Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണ കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞണം, ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതി തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ യുവജനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? യുവജനങ്ങൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? അവരെ നമ്മൾ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടോ? ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യുവജനങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പൂർവ്വപിതാവായ ജോസഫ്, സാമുവേൽ പ്രവാചകൻ, ദാവീദ് രാജാവ്, സോളമൻ രാജാവ്, പരിശുദ്ധ കന്യകാമറിയം, ഇവരെയെല്ലാം ദൈവം വിളിച്ചു ചേർത്തത് അവരുടെ യൗവനത്തിലാണ്. അവരുടെ യുവാക്കളും യുവതികളുമായിരുന്നപ്പോഴാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഈ വിളി കേട്ട് ദൈവത്തോട് പോസിറ്റീവായി പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരെ ദൈവം ഉയർത്തിയത്. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുക CLC എരിഞ്ഞാലുകൊടിയിൽ നിന്നുള്ള കൂട്ടുകാരാണ്, ഏതാനും യുവജനങ്ങളാണ്. അവരെ പ്രത്യേകമായി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. Christ in you. ചങ്കചക്കച്ച 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 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ചങ്കചക്കച്ച ചങ്കചക്കച്ച മരുഭൂമിയിലും സമൃദ്ധി നൽകും. ചങ്കചക്കച്ച ചങ്കചക്കച്ച കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. ചങ്കചക്കച്ച 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 ചങ്കചക്കച്ച. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ. പുതുതായി പണിയും നിൻ വിരലുകളാൽ അനവധി തലമുറകൾ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ.
പുതുതായി പണിയും നിൻ വിരലുകളാൽ അനവധി തലമുറകൾ. നീയൊരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. നീയൊരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. ചങ്ക് ചക്കച്ച ചങ്ക് ചക്കച്ച ചങ്ക് ചക്കച്ച ചക്ക ചങ്ക് ചക്കച്ച. Christ in youth. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വാത്സല്യവും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം ലേഖനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു ആകയാൽ ക്രിസ്തുവിൽ ഏതെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വർത്യഭിമാനവും മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയുടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അതിനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തുവ് കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശുവിനെ പോലെ സ്വയം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ശൂന്യനായി എളിമയുടെ പരിപൂർണനായി ജീവിച്ചുകൊണ്ട് ഉത്തമ ഉദാഹരണമായി തീർന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അവിടുത്തെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. എന്നുള്ളം തിരയുന്നൊരേ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരു ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ.
മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ എന്നെ നിന്മാരോട് ചേർത്തിടുവാൻ. അനെഞ്ചിന്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണ് എന്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. Christ in youth. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവസ്നേഹം തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നവർക്കാണ് ദൈവാനുഭവം ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ യൂത്ത് ഐക്കൺ തനിക്കുണ്ടായ ദൈവാനുഭവം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആന്റണിയെ വേദിയിലേക്ക്. എൻ്റെ പേര് ആൻ്റണി റെജിൻ പാലത്തിങ്കൽ. ഞാനിപ്പം CLCയുടെ രൂപതാ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ഇപ്പം MSc ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എനിക്ക് ഈശോയായിട്ടുള്ള അടുത്ത അനുഭവം പറയാനായിട്ടൊരു അവസരം എന്നെ തേടി എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ മറുത്തൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പല രീതിയിലും എനിക്കിപ്പം പല പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴായാലും എൻ്റെ കുറവുകളുണ്ടായിരുന്നപ്പോഴായാലും എന്നോട് ചേർന്ന് നിന്ന് എന്നെ കൈപ്പിടിച്ച് നീ വാടാ മോനെ നമുക്ക് നോക്കാം, നമുക്ക് കാര്യം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പ്രചോദനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നെ പലവട്ടം. ഞാനിങ്ങനെ ശാന്തമായിട്ട് അവിടെ പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് നമ്മൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പോയി ദേവാലയത്തിൻ്റെ മുന്നിൽ ആൾത്താരയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഞാൻ ചോദിക്കും, എന്തിനാണ് ഞാനിങ്ങനെ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ എന്തിനെ ഇരുന്ന് നമുക്കിങ്ങനെ വിഷമം തന്നുകൊണ്ടിരിക്കുന്നു, എന്തിനെന്നെ ഈ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു, എന്തിനാണ് ഞാനിങ്ങനെ എന്നുള്ള രീതിയിൽ പലവട്ടം ചിന്തിക്കുമ്പോഴും കർത്താവ് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു. അപ്പം എന്നോട് കർത്താവ് വന്നിട്ട് ഒരു ദിവസം കിടക്കുമ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ ആയാലും അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നത്തിലൊക്കെ വന്നിട്ട് പറയുന്ന പോലെയാണ്, എടാ നിനക്ക് ഇങ്ങനെ അവസരം വരുമ്പോൾ നിന്നേക്കാളും കഷ്ടപ്പെട്ട് പല ആൾക്കാരും ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിന്റെ കഷ്ടപ്പാടിനേക്കാളും കഷ്ടപ്പെട്ട് നിൽക്കുന്നവർ ഇത്ര സന്തോഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ അതിനെ തരണം ചെയ്ത് ജീവിക്കുവാനും മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാനും പറ്റും. അപ്പോൾ നീ നിന്റെ കുറവുകളെ നോക്കി നിൽക്കാതെ നീ അവിടെ ചെന്ന് മറ്റുള്ളവർക്ക് സേവനം അനുഷ്ഠിക്കാനും മറ്റുള്ളവരെ എന്താ പറയുക ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് ഇതുപോലെ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ അവരെ ചെന്ന് സഹായിക്കുവാനും എന്നെ ഇറക്കി വിട്ടു. അങ്ങനെയാണ് ഞാൻ ഈ CLCയിലേക്ക് എത്തിപ്പെട്ടത്. CLCയിലേക്ക് വന്ന് അവരുടെ കൂടെ എനിക്ക് നല്ലൊരു ഗ്രൂപ്പിനെ കിട്ടി. അവർ എനിക്ക് എല്ലാ രീതിയിലും നല്ല സേവനങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്ത് എനിക്ക് സഹായം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സ്റ്റേജിൽ പോയി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല, കാലും കൈയൊക്കെ വിറച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ നേരത്തെ എനിക്ക് എന്തൊക്കെയോ എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഒരു ടെൻഷൻ, എന്താ പറഞ്ഞ് ഒരു പിടുത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, ഒരു പേടിയില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വരാൻ വഴിയില്ല എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോഴാണ് മനസ്സിലായേ, ഓക്കെ എൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, ഞാനല്ല, എൻ്റെ കൂടെ കർത്താവാണ് അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ കർത്താവ് എന്നെ കൈ പിടിച്ച് നടത്തിയതുപോലെ നിങ്ങൾ
കർത്താവിനോട് നിങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ കർത്താവിന് കൈ കൊടുക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളെ കൈ പിടിച്ച് താങ്ങി നടക്കും. എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം മാത്രമേ നടക്കൂ. എല്ലാ വിഷമഘട്ടത്തിലൂടെയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കർത്താവ് കൂടെ നടക്കാനായിട്ട് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Christ in Youth. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആന്റണിയുടെ ദൈവ അനുഭവം കേട്ടു. ആന്റണിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവം ഇടപെട്ടതെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്പനേരം ദേവാലയത്തിൽ പോയിരിക്കുവാനും ഈശോയോട് തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുവാനും ആന്റണി തയ്യാറായി. അപ്പോഴാണ് ദൈവാനുഭവവും ഈശോ സംസാരിക്കുന്നത് പോലെയൊക്കെ ആന്റണിയുടെ ജീവിതത്തിൽ ആ മകൻ അനുഭവപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒത്തിരിയേറെ യുവജനങ്ങൾ ഈശോയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനുള്ള ഒത്തിരിയേറെ യുവജനങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു നിമിഷമെങ്കിലും ഈശോയെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ അവർക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം, ഈശോയെ സ്തുതിക്കാം. നമുക്ക് കരം കോർത്ത് പിടിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ട്, ഈശോയെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി, ഈ ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഒച്ച സ്വരത്തിൽ സ്തുതിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ദൈവം ഈശോയെ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ സ്നേഹം അങ്ങ് ചൊരിയുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ അങ്ങേ അനുഭവിക്കുവാൻ, ഓരോ ദിവസവും അങ്ങേ അനുഭവിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന കൃപയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പ്രത്യേകമായിട്ട് ഈശോയെ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ യുവജനങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജീവിത അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങയെ സ്തുതിക്കുന്ന, അങ്ങേക്ക് നന്ദി പറയുന്ന ഒരു കൂട്ടം യുവജനം, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങേ അനുഭവിച്ച് ജീവിക്കുവാൻ ഈശോയെ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കാം ഈശോയെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Christ in Youth. ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ആത്മീയമായി നമുക്ക് കുറച്ചുകൂടി ഉണർവ് തരുവാൻ ഇരിഞ്ഞാലക്കുട രൂപതയുടെ CLC ഡയറക്ടർ ആയിട്ടുള്ള റെവറൻഡ് ഫാദർ ജോഷി കല്ലേലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്റ്റ് ഇൻ യൂത്തിൻ്റെ എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. CLCയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. CLCയുടെ രൂപത പ്രസിഡന്റ് ഇവിടെ ആൻ്റണി ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഗോഡ്വിൻ സെക്രട്ടറി ഗോഡ്വിനുണ്ട്, ബിബിനുണ്ട്, മെൽബിൻ, എബിൻ, ഇങ്ങനെ നമ്മുടെ യുവജന സുഹൃത്തുക്കളൊക്കെ ഈ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് സുഖമല്ലേ? ഈ ഗുഡ്നസ് TVയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു അല്ലേ? അതിൻ്റെ ഒരു സന്തോഷം എന്താണ്, അനുഭവം എന്താണ്? ഒരുപാട് വ്യക്തികളുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു. ഓരോരുത്തർക്കും ഈശോയെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, എങ്ങനെയാണ് ഈശോ അവരെ വഴി നടത്തിയതെന്നുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒത്തിരി നേരം കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു അവസരമായിട്ട് ഇതൊക്കെ മാറി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ചില അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. അതിനെനിക്ക് വല്ലതും പറയാനുണ്ട്. ഇവിടെ ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പം അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്, നമ്മളും അതുപോലെ തന്നെ ദൈവത്തിലേക്ക് ചേരണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി. ഓക്കെ, വെരി ഗുഡ്. വളരെ സന്തോഷം. നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമുക്കിന്ന് ഈ ഒരു ദിവസം ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ സന്ദേശം തരാൻ കൂടിയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പുകാലം നല്ല ഒരു കാലഘട്ടമാണ്. യൂത്ത് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാകാം.
അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ ചെറിയ ചെറിയ സന്ദേശങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ട്. ഇപ്പോൾ യു ക്യാറ്റ് എന്ന പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യു ക്യാറ്റ് എന്നൊരു പുസ്തകമുണ്ട്, യൂത്തിന് വേണ്ടിയിട്ടുള്ള സഭയുടെ ഒരു കാറ്റഗിസം ബുക്കാണ് യു ക്യാറ്റ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് എന്തിനാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഉത്തരം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് എന്തിനാണ്? അതിന് ഉത്തരം എങ്ങനെയാണ് യു ക്യാറ്റിൽ പറയുന്നത്? ദൈവത്തെ അറിയാനും, ദൈവത്തെ സ്നേഹിക്കാനും, നന്മ ചെയ്യാനും, ഒരു ദിവസം സ്വർഗത്തിൽ പോകാനും വേണ്ടിയിട്ടാണ്. ഒന്ന് പറയാൻ പറ്റുമോ അത്? ദൈവത്തെ അറിയാനും, ദൈവത്തെ സ്നേഹിക്കാനും, ഒരു ദിവസം സ്വർഗത്തിൽ പോകാം. നന്മ ചെയ്യാനും, ഈ ലോകത്തിൽ നന്മ ചെയ്യാനും, ഒരു ദിവസം സ്വർഗത്തിൽ പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നന്മ ചെയ്യുക, ഒരു ദിവസം സ്വർഗത്തിൽ പോവുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ്? ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് യു ക്യാറ്റിന്റെ ഭാഗമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? തൻ്റെ സ്വതന്ത്രമായ സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നത്, ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് പിതാവായ ദൈവം തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, അല്ലേ? അപ്പോൾ ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? തൻ്റെ ഭവനത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഓരോ ദിവസവും കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ കുരിശുമരണം, യേശുവിനെ കുരിശിൽ തറച്ചു, അതിനുശേഷം യേശുവിനെ കല്ലറയിൽ അടച്ച് അവിടെ സീൽ ചെയ്തു. പക്ഷേ ഈശോ അന്നൊട്ട് പോലും തന്നെ ഈ ലോകം കുരിശിൽ തറച്ചു, അല്ലെങ്കിൽ തന്നെ കല്ലറയിൽ അടക്കി, തന്നെ പരിഹസിച്ചു, തന്നെ ഒറ്റപ്പെടുത്തി, തനിക്ക് എല്ലാ വേദനകൾ സമ്മാനിച്ചു, അല്ലേ? എല്ലാ വേദനകൾ സമ്മാനിച്ചു, പരിഹസിച്ചു. കൂടെ നിന്നുണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. അങ്ങനെ എല്ലാ വേദനകളും സഹിച്ചിട്ടും ഈശോ വീണ്ടും കുരിശിൽ നിന്നും ഉത്ഥാനം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? നന്മ ചെയ്യാനും, ദൈവത്തെ അറിയാനും, ദൈവത്തെ സ്നേഹിക്കാനും, ഒരു ദിവസം സ്വർഗത്തിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് വന്നത്, പിതാവായ ദൈവം തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരു ധ്യാനിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ നോമ്പ് കാലഘട്ടം ദൈവത്തിൻ്റെ സ്നേഹം, നമ്മൾ ഒരുപാട് പാപമേഖലകളിലൊക്കെ വീണ് പോയപ്പോഴൊക്കെ ദൈവം വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ശക്തിപ്പെടുത്തി വീണ്ടും മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രൈസ്ത്യൻ യൂത്തിൻ്റെ എപ്പിസോഡിൽ നമ്മളൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മുടെ ഓരോ തലമുടി ഇഴയും അവിടുന്ന് എണ്ണുന്നുണ്ട്. അത് കൃത്യമായിട്ട് ദൈവം അറിയുന്നു. നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ദൈവം അറിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം കർത്താവിൻ്റെ സ്നേഹത്തിൽ എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ആ കർത്താവിൻ്റെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിച്ചറിയാനും, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും, അങ്ങനെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ജീവിക്കുവാനുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Christ in youth. പ്രിയമുള്ളവരെ,
ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാവുകയുള്ളൂ. ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുരഞ്ജനവും മനസ്താപവും ഒക്കെ ഉണ്ടാവുക. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും ഇതുതന്നെയാണ്. അനുരഞ്ജനത്തിൻ്റെ, മനസ്താപത്തിൻ്റെ ഒരു മനോഭാവം. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു. പൊടിയായ മനുഷ്യൻ പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു. മനുഷ്യൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ, നിസ്സാരമായ ജീവിതം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മഹത്വമുണ്ടാകുന്നത് ദൈവം നമുക്ക് തന്ന ആ സാദൃശ്യം ദൈവമഹത്വത്തിലേക്ക് ഉയരുമ്പോഴാണ്. അതിനുള്ള കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. നമ്മുടെ ഹൃദയത്തിലുള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ദൈവത്തോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും പ്രകൃതിയോടും എന്നോട് തന്നെ ഐക്യപ്പെടുത്തി നമ്മുടെ ഉള്ളിലുള്ള ദൈവമഹത്വം അത് കണ്ടെത്താൻ കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഇതുപോലെ അനുരഞ്ജനമുള്ള, മനസ്താപമുള്ള, ദൈവാനുഭവമുള്ള മക്കളായി ജീവിക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. അടുത്ത ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡ് വരെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. സോ സൈനിങ് ഓഫ്.